قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ആയത്തുകൾ കഴിഞ്ഞു. 8ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല അങ്ങനെ അഭിസംബോധന ചെയ്ത് പറയുന്ന ആയത്തുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്, അല്ലേ? രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കാനും ഒക്കെ പറഞ്ഞ്, പകലിൽ നീണ്ട സമയമുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത്, സമയത്തിൻ്റെ ബർക്കത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മൾ 8ാമത്തെ ആയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് വദ്കുരിസ്മ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുക. അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. വദ്കുർ, അങ്ങ് അനുസ്മരിക്കുക, അങ്ങ് ഓർക്കുക. ഇസ്മ, പേരിനെ. ആരുടെ പേരിനെ? റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിൻ്റെ പേരിനെ. എന്നാണ് അള്ളാഹിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. പിന്നെയോ വതബത്തൽ ഇലൈഹി തബ്തീല. വതബത്തൽ, നിങ്ങൾ അടുക്കുകയും ചെയ്യുക. ഇലൈഹി, അള്ളാഹുവിലേക്ക്. തബ്തീലൻ, മുറിഞ്ഞടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ എന്നറിയില്ല. അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റേ ദുനിയാവിനോടൊക്കെ വേർപെട്ട് ദുന്യവിയായ ചിന്തയിൽ നിന്ന് മാറി ഏകാഗ്രചിത്തനായി പരിപൂർണ മനസ്സോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ അള്ളാഹുവിനോട് ഏകാഗ്രചിത്തനായി ആരാധനയിലായി അടുക്കുകയും ചെയ്യുക. അതിനാണ് തബത്തൽ എന്ന് പറയാം. തബത്തൽ ഇലൈഹി തബ്തീല, ഏകാഗ്രചിത്തനായി ആരാധനയിൽ അള്ളാഹുവിലേക്ക് അങ്ങ് മുറിഞ്ഞടുക്കുകയും ചെയ്യുക. മുറിഞ്ഞടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളുമായി മുറിച്ചിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് പരിപൂർണമായി അടുക്കുക. അൽ ഇൻഖിതാഉ ഇലാ ഇബാദത്തില്ലാഹി അസ്സ വജല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം പറയാം. തബത്തുൽ എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിതാഉ, മുറിയ, വേർപ്പെടുക. ഇലാ ഇബാദത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്കാണ് വേർപ്പെടുക. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ മുറിഞ്ഞിട്ട് ഇതിലേക്ക് മാത്രം അങ്ങോട്ട് കയറുക. ബത്തൽതു ഷൈഅ എന്ന് പറയും അറബിയിൽ. ബത്തൽതു ഷൈഅ, ഞാനൊരു വസ്തുവിനെ ബത്തൽതു എന്ന് പറഞ്ഞാൽ ഖതഅതുഹു, ഞാൻ അതിനെ മുറിച്ചു എന്നാണ്. എന്നാൽ ബന്ധങ്ങൾ വിച്ഛേദിച്ചു. ബാക്കിയുള്ളതിനോടൊക്കെ ഉള്ള മാനസികമായ ബന്ധം വിച്ഛേദിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് കയറുക. അഖ്ലിസ് ലഹു ഇഖ്ലാസൻ, വല്ലാത്ത ആത്മാർത്ഥതയോടുകൂടെ, ഏകാഗ്രതയോടുകൂടി അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അതാണ് തബത്തൽ എന്നതിൻ്റെ അർത്ഥം. മുഫസ്സിരിങ്ങളൊക്കെ അങ്ങനെയാണ് അതിനർത്ഥം കൊടുത്തത്. അഖ്ലിസ് ലഹുൽ ഇബാദത വദ്ദഅവ. ഇസ്ലാമിക പ്രബോധനമായാലും അള്ളാഹുവിൻ്റെ ഇബാദത്തായാലും ഒക്കെ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ചെയ്യുക. ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ബാക്കിയുള്ള ചിന്തകൾ വരായിരിക്കുമ്പോൾ, ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചന വരായിരിക്കുമ്പോൾ, പൂർണ്ണമായും അള്ളാഹുവിനെ മനസ്സിൽ വരുമ്പോൾ, അങ്ങനെയാണല്ലോ ഇഖ്ലാസ് ഉണ്ടാവുക. അതാണ് തബത്തൽ ഇലൈഹി തബ്തീല. ഉസ്താദ്മാരൊക്കെ അർത്ഥം പറയാം, മുറിഞ്ഞടുക്കുക എന്ന അർത്ഥം പറയാം. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ മുറിഞ്ഞിട്ട് റബ്ബിലേക്ക് അടുക്കുക. മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. വദ്കുരിസ്മ റബ്ബിക, ദിക്ർ ചൊല്ലണം എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ആ ദിക്റും മറ്റുള്ള ഇബാദത്തുകളും ഒക്കെ അള്ളാഹുവിലേക്ക് പരിപൂർണമായി അടുത്തുകൊണ്ടായിരിക്കണം, ഇഖ്ലാസോടെ ആയിരിക്കണം, വേറുള്ള ചിന്തകളില്ലാതെ ആയിരിക്കണം.
ദിക്ർ ചൊല്ലുക എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്, നമ്മൾ പറഞ്ഞതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദിക്റുണ്ടായിരിക്കണം. കടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ഏതു സമയത്തും ദിക്ർ ചൊല്ലണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. നിസ്കാരം കഴിഞ്ഞാലും ഫദ്കുറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് പോലൊരു ഇബാദത്തിൽ കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിക്കണം, വീണ്ടും ദിക്റിൽ തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിലേറെ, അതിൽ മറ്റുള്ള കാര്യങ്ങളെ ഓർക്കുന്നതിലേറെ അള്ളാഹുവിനെ ഓർക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇബാദത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇബാദത്ത് കൊണ്ട് മാത്രമല്ല അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഉണ്ടാവുന്നത്. നിസ്കരിക്കുന്നത് കൊണ്ടോ നോമ്പ് നിൽക്കുന്നത് കൊണ്ടോ മാത്രമല്ല ദിക്റുകൾ ഉണ്ടാവുന്നത്. അതും ഒരു ദിക്റാണ്. അവിടെയും നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. അതല്ലാത്ത സമയത്തു തന്നെയും നിങ്ങൾ എപ്പോഴും ദിക്റുള്ളവരായിരിക്കണം എന്ന് റബ്ബ് പറയുന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? വദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിക്കുക എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഈ ധാരാളം എന്നത് എപ്പോഴാണ് ഉണ്ടാവുക? 50-50 ആയാൽ ധാരാളം എന്ന് പറയില്ല. 50% 50-50 നമ്മൾ പറയില്ലേ? പകുതിയും പകുതിയായാൽ ധാരാളം എന്ന് പറയില്ല. ഈ പകുതിയേക്കാൾ കുറച്ച് കൂടണം, അപ്പോഴേ ധാരാളം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് മനസ്സിലാക്കാം? മനുഷ്യൻ 50%-ലധികം ഒരു 51% എപ്പോഴും എന്താക്കണം? അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. പകുതി ദിക്റുള്ള അവസ്ഥയും പകുതി ദിക്റില്ലാത്ത അവസ്ഥയും അങ്ങനെയല്ല. പകുതിയിലധികം ദിക്റുള്ള അവസ്ഥ വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ദിക്റുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോഴല്ലേ കസീറൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നടക്കുക. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ബാത്റൂം ആയാലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതായാലും മുടി വാരുമ്പോഴായാലും ഡ്രസ്സ് ഇടുമ്പോഴായാലും ചെരുപ്പ് ധരിക്കുമ്പോഴായാലും പിന്നെ പല്ല് തേക്കുമ്പോഴായാലും വൊളു എടുക്കുമ്പോഴായാലും നിസ്കരിക്കുമ്പോഴായാലും അല്ല കുട്ടികളുമായി നമ്മൾ വീട്ടിൽ കളിക്കുന്ന സമയത്താണെങ്കിലും ഭാര്യമാരുമായുള്ള സംസർഗത്തിൻ്റെ ഇടയിലായാലും എല്ലാ സമയത്തും ജോലി തിരക്കിലായാലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എല്ലാം അള്ളാഹു എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും. വദ്കുരിസ്മ റബ്ബിക, അള്ളാഹുവിൻ്റെ പേര് നിങ്ങൾ എപ്പോഴും സ്മരിക്കണം. കടന്നിട്ടാവാം, ഇരുന്നിട്ടാവാം, നടന്നിട്ടാവാം, യാത്രയിലാവാം, ഒക്കെയാവാം. വളരെ വിശദമായി ദിക്റുകൾ, എത്രയോ ദിക്റുകൾ നമ്മളൊരു ഡെയിലി ജീവിതത്തിൽ മുസ്ലിം ചെല്ലാനുള്ളതാണ്. അതൊക്കെ ചെല്ലിയാൽ തന്നെ ദിക്ർ കൊണ്ടു നടക്കുന്ന ആളായി എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ എന്താണ് പറയുക, അദ്കാറു സ്വബാഹി വൽ മസ, രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ, ഇത് കൃത്യമായി ഒരു മനുഷ്യനെ കൊണ്ടു നടന്നാൽ തന്നെ അവന് ദാരിദ്ര്യങ്ങളിൽ പെടുമെന്ന് മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ കൃത്യമായി ചെല്ലാനുള്ളതൊക്കെ ചൊല്ലി അങ്ങനെ കൊണ്ടു നടന്നാൽ അവന് ദാരിദ്ര്യങ്ങളെ കൂട്ടത്തിൽ എണ്ണപ്പെടും, ദിക്ർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. അദ്കാറു സ്വബാഹി വൽ മസ ഒക്കെ നമുക്കറിയണതല്ലേ, അല്ലേ? അസ്ബഹന വസ്ബഹൻ മുൽക്കുലില്ല തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ, ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതൊക്കെ നമ്മൾ ഓതും. ബിസ്മില്ലാഹിൽ റാഹ്മാനിർ ഓതും, അല്ലേ? കുറേ സംഗതികൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ർ നമ്മൾ വിടാതെ കൊണ്ടു നടക്കണം. എപ്പോഴും നാവിൽ ദിക്ർ ഉണ്ടാവട്ടെ, നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞതാവട്ടെ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും ചെല്ലാതെ, അതിന് വേറെ പ്രത്യേകിച്ച് കൂലി വേണ്ടല്ലോ. ഏറ്റവും അതിൻ്റെ വലിയ പ്രത്യേകത അതാണ്. ഒരു അധ്വാനം വേണ്ട, ഒരു സമയം വേണ്ട, പൈസ മുടക്കണ്ട, ആർക്കും കൂലി കൊടുക്കണ്ട, നമ്മളത് ചെല്ലിച്ചിട്ട് ക്ഷീണിക്കൂല, ഒന്നുമില്ല. വെറുതെ നാവ് കൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. എന്ത് പണിയെടുക്കേണ്ടതിൽ നമുക്ക് ചെയ്യാം. ഇനി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ബാത്റൂമിലൊക്കെ പോകാൻ മനസ്സിൽ നമ്മൾക്കത് ചെയ്യാം, അല്ലേ? ബാത്റൂമിൽ തുമ്പിയാലെ മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? മനസ്സിൽ പറയണം കേട്ടോ, പായോണ്ടല്ലേ. അപ്പോൾ ഒരു സമയം ദിക്റില്ലാതെ കഴിഞ്ഞു പോകരുത് എന്ന് ചുരുക്കം. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര റാഹത്താണ്. നമ്മളൊന്ന് ചെല്ലി നടന്നു നോക്കിയും, നമ്മൾ ചെല്ലുന്ന ആളുകളാണ്, ശീലിക്കുന്ന ആളുകളാണ്, അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു വ്യത്യാസം. ദിക്ർ ചൊല്ല, ഒരു ദിവസം ദിക്ർ ചൊല്ലായിരുന്നു നമുക്കൊരു അടങ്ങാറാണ്. പക്ഷേ ഞാൻ എൻ്റെ വിരുദ്ധകളൊന്നും ചെല്ലിയില്ലല്ലോ, ഒന്ന് ചെല്ലാനുള്ളതും ചെല്ലിയിട്ടില്ലല്ലോ, ഒരു അടങ്ങാറാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. ചെല്ലുമ്പോഴുള്ള സുഖം അത് ചെല്ലാത്തുമ്പോഴുള്ള അസ്വസ്ഥതയാണെന്നാണ്. ചെല്ലാത്തുമ്പോൾ എന്താണ് അസ്വസ്ഥത വരുന്നത്? അത് ചൊല്ലി പതിവാക്കുന്ന ശീലമുണ്ടായതുകൊണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയ്ക്ക്, പിശാചിൻ്റെ കാവലിന് ഒക്കെ നമ്മളത് സഹായിക്കുന്നു. ദിക്ർ എന്നത് വളരെ പ്രസ്താവ്യമാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ മരിക്കാമെന്ന് അറിയില്ലല്ലോ. ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവാം, ഏതോ ആവാം. അള്ളാഹു നമ്മുടെ അവസാനത്തെ കലിമത്ത് തൗഹീദിൻ്റെ കലിമത്താക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അപ്പോൾ വദ്കുരിസ്മ റബ്ബിക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നതെങ്കിലും നമ്മളോടാണ് ശരിക്കും പറയണത്. തങ്ങളോട് ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്താ, അല്ലേ? അഭിസംബോധന അവിടത്തോടാണെങ്കിലും നമ്മളെ ചൂണ്ടിയിട്ടാണ് ഈ പറയണത്. നിങ്ങൾ അള്ളാഹിനെ ആലോചിക്കണമേ, നിങ്ങളെപ്പോഴും അള്ളാഹിനെ ഓർക്കണം. നമ്മളതിൻ്റെ പിന്നെ എന്താണ് പറയുക, കുറവുള്ളൂ. മനുഷ്യന്മാരാണ് ഇതിൽ പിന്നിൽ എന്നുള്ളതാണ്. ബാക്കിയുള്ള അള്ളാഹിൻ്റെ സർവ്വ സൃഷ്ടികളും ഇതിൽ നമ്പർ 1 ആണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജന്തുജാല ജീവജാലങ്ങളും, ജീവനില്ലാത്തതും ജീവനില്ലാത്തതും ഒക്കെ ജീവനുള്ളതും ഒക്കെ
അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ തസ്ബീഹ് അറിയില്ല എന്നേ ഉള്ളൂ. സർവ്വം കല്ലും മുള്ളും മണ്ണും പക്ഷികളും മൃഗങ്ങളും സർവ്വം ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ്. ഓർക്കൊന്നും ഒരു മടിയില്ല. ചൊല്ലിയത് കൂടുതലായോ കുറഞ്ഞോ, എത്ര പേജായി, എത്ര നേരമായി, എത്ര വട്ടായി, 100 ആയില്ലെങ്കിൽ നിർത്തുക, അങ്ങനൊന്നും ഓൽക്കാനൊന്നുമില്ല. അവർ ചൊല്ലിയും കൊണ്ടേയിരിക്കുകയാണ്. നമ്മളാണ് സമയം നോക്കണതും സമയം തേഞ്ഞോന്നും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്നും ഇനി മതിയെന്നും ഇനി പിന്നാക്കാം നാളാക്കാന്നൊക്കെ, അതൊക്കെ നമ്മളാണ് പറയണത്. ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനത്തെ വിഷയമേ അല്ല. കടലും കരയും എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നോരോ രൂപത്തിലാണെന്ന് മാത്രം. പൂച്ച അല്ലേ, പക്ഷികൾ, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള സംഗതികൾ, ഉറുമ്പുകൾ, ഇലകൾ, ചെറിയ ജീവികൾ മുതൽ വലിയത് വരെ എല്ലാം ഒരു സംഗതിയും ഇല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നതായിട്ടല്ലാതെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് തസ്ബീഹ് മനസ്സിലാകുന്നില്ലതാണ് വിഷയം. വദ്കുരിസ്മ റബ്ബിക, അള്ളാഹുവിൻ്റെ ദിക്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഒരുപാട് കൂലിയും ശ്രേഷ്ഠത ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഅല പഠിച്ചപ്പോഴാണ് നമ്മൾ വിശദമായി ദിക്റുകളെക്കുറിച്ച് പഠിച്ചത്. ഓരോ ദിക്റിനും ഒരുപാട് പ്രതിഫലങ്ങൾ, മീസാനിൽ കനം തൂകുന്ന ദിക്റുകൾ, റബ്ബിന് ഇഷ്ടമുള്ള കലിമത്തുകൾ, ഒരു ദിവസം പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്റുകൾ, അതേപോലെ തന്നെ മണിക്കൂറുകളോളം ദിക്റ് ചൊല്ലിയിരുന്ന പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകൾ, രാവും പകലും ദിക്റ് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകൾ, അല്ലെ, സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ, സുബ്ഹാനല്ലാഹി മിഅ മാ ഖലഖ തുടങ്ങിയ ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വിഷയം അൽഹംദുലില്ലാഹി മിഅ മാ ഖലഖ, അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ, അൽഹംദുലില്ലാഹി മിഅ മാ ഖലഖ, അൽഹംദുലില്ലാഹി അദദ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് തുടങ്ങിയ ദിക്റുകളൊക്കെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ദിക്റ് ചൊല്ലുന്നതിൻ്റെ പ്രതിഫലമുള്ള ദിക്റുകളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് വിഷയം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മുടങ്ങാതെ ചൊല്ലുക, ദിക്റിൻ്റെ ഏടുകൾ വെച്ച് ചൊല്ലുക. കുറച്ച് ദിവസം അത് വെച്ച് ചൊല്ലുക, പിന്നെ വാക്കൊക്കെ നമുക്ക് കാണാപ്പാടാവും. അള്ളാഹുവിലേക്ക് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കുറച്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്താക്കണമെന്ന് ഉഷാറാവണം. 40 വയസ്സൊക്കെ ഒന്ന് കഴിഞ്ഞാലേ പിന്നെ പഴയ പോലെ ഒന്നും ആകാൻ പറ്റൂല എന്നുള്ളതാണ്. ഒരു വീണ്ടും വിചാരം ഉണ്ടാവണം മനുഷ്യന്. ഇനി 40 വയസ്സ് കഴിയാത്ത ആൾക്കാർ എനിക്കായിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെ നടക്കാം, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ഒരു ദുആക്ക് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ പരിശുദ്ധ ഖുർആനിൽ, റബ്ബി ഔസിഅനി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅന അഅമല സ്വാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് മനുഷ്യൻ അങ്ങനെ വളർന്ന് വന്ന് 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ആ സമയത്തൊക്കെ ആ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എത്താനായി ആയുസിൻ്റെ പകുതിയിലധികം കഴിഞ്ഞു അല്ലേ. ഇനി അല്ലാഹു തആല പരിപൂർണമായ ആയുസ് തരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ ശരാശരി ആയുസായ 63 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ 10-20 കൊല്ലമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ആലോചിച്ചാൽ പോരാ, പഴയം വരെ നടന്നാൽ പോരാ, ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്, റബ്ബിൻ്റെ അടുത്തേക്ക് എത്തണം, ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം, നല്ലത് ചെയ്യണം. അങ്ങനെ ചിന്ത 40 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യന് വരണം എന്നാണ്. 40 എന്നുള്ളതൊരു വല്ലാത്തൊരു പ്രായമാണല്ലോ അല്ലേ. നബൂവത്തിൻ്റെ പ്രായമാണ്. മനുഷ്യന് പക്വതയും പാകതൊക്കെ വന്ന് അല്ലാഹു തആല നബൂവത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രായമാണത്. അപ്പോൾ ആ ഒരു ബോധം, ഒരു കാര്യബോധമൊക്കെ നമുക്കെപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. നമുക്കിതിൻ്റെ അടുത്ത ഭാഗം വതബത്തൽ ഇലൈഹി തബ്തീല എന്നത് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.